സിനി ഫയൽസ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ റിവ്യൂസൊക്കെ ഇഞ്ഞ് വരാൻ പോകുന്നു. അപ്പോൾ ആദ്യത്തെ റിവ്യൂ തന്നെ ഹൃദയപൂർവ്വമാണ്. സമയം ഏകദേശം 2 മണി ആയതുകൊണ്ട് സിനിമ ഇപ്പോൾ കണ്ടു വന്നുള്ളൂ. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ സിനിമ ഡയറക്റ്റ് ചെയ്തത് നമ്മുടെ സത്യനന്ദിക്കാടാണ്. റൈറ്റ് ചെയ്തിരിക്കുന്ന പുള്ളിയുടെ മോനെ അഖിൽ സത്യനാണ്. പിന്നെ അഭിനയിച്ചിരിക്കുന്ന നമ്മുടെ സന്ദീപ് പ്രതാപ്, ലാലേട്ടൻ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പിന്നെ കുറച്ച് ക്യാമിയോസ് ഉണ്ട്. എന്തായാലും ഇനിയിപ്പോൾ ഞാൻ ക്യാമിയോസിൻ്റെ പേര് പറയാനുള്ള ഇനി കാണാനുള്ള ആൾക്കാർ തിയേറ്ററിൽ പോയി തന്നെ കാണണം. കാരണം അത്യാവശ്യം 2.5 മണിക്കൂർ നമുക്ക് ഓർത്ത് തന്നെയാണ്. നമ്മുടെ സത്യനന്ദിക്കാട് സിനിമ ടിപ്പിക്കൽ സത്യനന്ദിക്കാട് സിനിമ എന്ന് തന്നെ പറയാം. കാരണം ചെറിയൊരു പ്ലോട്ട്, പിന്നെ അതിങ്ങനെ അത്യാവശ്യം നീട്ടി അതേ രീതിയിൽ. പക്ഷെ ആ നീട്ടിൽ നമുക്ക് ബോറൊന്നും അടിച്ചിട്ടില്ല. കാരണം ഫസ്റ്റ് ഹാഫ് നല്ലോണം ചിരിക്കാണ്ട്, പിന്നെ നമുക്ക് ഫീൽ ഗുഡായിട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ അമൽ ഡേയ്സ് അപ്പോൾ തന്നെ ഒരു കോമഡി എടുത്തിട്ട് അതങ്ങോട്ട് ബാലൻസ് ചെയ്യും. അമൽ ഡേവിസ് സിനിമയുടെ ഒരു മെയിൻ കഥാപാത്രം തന്നെയാണ്. കാരണം അമൽ ഡേവിസില്ലെങ്കിൽ സിനിമ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. മോഹൻലാൽ നമ്മുടെ അമൽ ഡേവിസ് കോംബോ എന്തായാലും വർക്കായുണ്ട്. ഇനിയും എനിക്ക് വേണമെന്നുണ്ട്. കാരണം അത്യാവശ്യം നല്ല അടിപൊളി തന്നെ കോംബോ ആണ്. കാരണം ഫസ്റ്റ് ഹാഫ് അമൽ ഡേവിസിൻ്റെ കോമഡി, പിന്നെ ലാലേട്ടനും ആ ടൈമിങ് കറക്റ്റ് തന്നെയാണ്. കാരണം പുതിയ തലമുറയോടൊപ്പം നമ്മുടെ ലാലേട്ടൻ പിന്നെയും പിടിച്ചു നിൽക്കുകയാണ്. കാരണം അത് നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ലാലേട്ടനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ മെയിൻലി സത്യനന്ദിക്കാടിൻ്റെ ഫീൽ ഗുഡ് പടങ്ങൾ വരെ നമ്മുടെ ഞാൻ പ്രകാശനം അതേപോലെ ഒരു രീതി തന്നെയാണ്. ഒരു ഹോസ്പിറ്റൽ കേസ് അതേ രീതിയിൽ വരണച്ചില്ല. ഞാൻ പ്ലോട്ട് പറയണം, കാരണം ഇനി ആൾക്കാർ കാണാനുണ്ടല്ലോ. അപ്പം അതേപോലെ തന്നെയാണ് സിനിമ മുന്നോട്ട് പോണത്. പിന്നെ സിദ്ദിഖൊക്കെ ഉണ്ട്. സിദ്ദിഖിൻ്റെ റോൾ അടിപൊളിയാണ്. പിന്നെ സിനിമ അവസാനിക്കുമ്പോഴും നമുക്കൊരു പ്രത്യേക ഒരു ഫീലാണ്. അത് നിങ്ങളെന്തായാലും കണ്ടൊക്കെ നമുക്ക് ഒട്ടും തന്നെ ബോറടിക്കില്ല. സിനിമയെ പറ്റി എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. ഇതൊരു ചെറിയ റിവ്യൂ തന്നെയാണ്. കാരണം ഇതെൻ്റെ ഫസ്റ്റ് റിവ്യൂ ആണ്. അതിനെപ്പറ്റി ഇനിയുള്ള റിവ്യൂസും നമ്മുടെ അപ്ഡേറ്റ്സൊക്കെ കാണാൻ വേണ്ടി ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ റിവ്യൂസൊക്കെ ഇനി എൻ്റെ വരുന്നതാണ്. ഹൃദയപൂർവ്വത്തെ പറ്റി ഇത്രയും പറയാനുള്ളൂ. നമ്മുടെ ഹൃദയം അത്യാവശ്യം നല്ല മനസ്സിലേൽപ്പിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. അപ്പോൾ അടുത്തൊരു റിവ്യൂ ആയിട്ട് ഞാൻ പിന്നെ വരാം.